ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് അധികം വൈകാതെ ലണ്ടനിൽ വെച്ച് ഞാനൊരു അമൂല്യമായ പാഠം പഠിച്ചു. ഒരു വിരുന്നിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ആ സമയം എൻ്റെ അടുത്തിരുന്ന മനുഷ്യൻ ഒരു രസകരമായ കഥ പറഞ്ഞു. അതിൽ ഇങ്ങനെയുണ്ടായിരുന്നു: നമ്മുടെ ലക്ഷ്യങ്ങളെ രൂപപ്പെടുത്തുന്ന ദൈവം നാം എങ്ങനെയായാലും അവയെ കഠിനമാക്കുന്നു. ബൈബിളിൽ നിന്നെടുത്ത ഭാഗമായിരുന്നു കഥ പറഞ്ഞ വ്യക്തി ഇവിടെ ഉപയോഗിച്ചത്. അദ്ദേഹത്തിന് തെറ്റുപറ്റി. എനിക്കതറിയാമായിരുന്നു. എനിക്കത് കൂടുതൽ വ്യക്തമായിരുന്നു. അതിനെക്കുറിച്ച് നേരിയൊരു സംശയം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രാധാന്യം കാണിക്കുവാനായി അദ്ദേഹത്തിൻ്റെ തെറ്റ് തിരുത്താനുള്ള സ്വാഗതം ചെയ്യപ്പെടാത്ത ഏകാംഗ കമ്മിറ്റിയിലെ ഒരംഗമായി ഞാൻ. എന്നാൽ അദ്ദേഹം തൻ്റെ വാദത്തിൽ ഉറച്ചു നിന്നു. എന്ത്? ഷേക്സ്പിയറിൽ നിന്നോ? അസാധ്യം, അർത്ഥമില്ലാത്തത്. ആ വാചകം ബൈബിളിൽ നിന്നായിരുന്നു. കഥ പറയുമ്പോൾ എൻ്റെ വലതുവശത്തായിരുന്നു അയാൾ ഇരുന്നിരുന്നത്. എൻ്റെ പഴയ ഒരു ചങ്ങാതി ഫ്രാങ്ക് ഗാമണ്ട് ഇടതുവശത്തിരിപ്പുണ്ടായിരുന്നു. രാത്രിയിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ മിസ്റ്റർ ഗാമണ്ടിനോട് പറഞ്ഞു, ഫ്രാങ്ക്, താങ്കൾക്ക് ഈ വാചകം ഷേക്സ്പിയറുടേതാണെന്ന് അറിയില്ലായിരുന്നോ? തീർച്ചയായും, അദ്ദേഹം പറഞ്ഞു. പ്രിയ ഡേൽ, എന്തിനാണ് അവിടെ വച്ച് ഒരു മനുഷ്യന് തെറ്റുപറ്റിയെന്ന് തെളിയിക്കുന്നത്? അത് അദ്ദേഹം നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ കാരണമാകുമോ? എന്തുകൊണ്ട് അദ്ദേഹത്തെ സ്വന്തം മുഖം രക്ഷിക്കാൻ അനുവദിച്ചുകൂടാ? അദ്ദേഹം നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം അദ്ദേഹത്തിന് വേണ്ട. പിന്നെന്തിനാണ് അദ്ദേഹവുമായി തർക്കിക്കുന്നത്? ഡെയിൽ കാർണഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന ഈ പുസ്തകത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് തർക്കം എന്നതിനെക്കുറിച്ച്. ഇതിൽ പറയുന്നത്, തർക്കം എന്ന് പറയുന്നത് പരിഹരിക്കപ്പെടാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം രണ്ട് വ്യക്തികളും ആ വിഷയത്തെക്കുറിച്ച് തർക്കിക്കുന്ന സമയത്ത് രണ്ട് വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകും, അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ മറ്റേയാൾ അയാളെ വിജയിയായിട്ട് അംഗീകരിക്കില്ല. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തിയാണ് വിജയിക്കുന്നതെങ്കിലും അയാളും മറ്റേയാളെ വിജയിയായിട്ട് അംഗീകരിക്കില്ല. അങ്ങനെ ഇത് രണ്ട് സൈഡിലും വിജയിക്കാതെ പോകുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ ഈ തർക്കത്തെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം തർക്കം തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അതിന് സഹായിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ 8 പോയിൻ്റ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തർക്കം തുടങ്ങാതെ ആ പ്രശ്നത്തെ ലളിതമായി തർക്കത്തിലേക്ക് എത്തിക്കാതെ പരിഹരിക്കുക എന്നതാണ് ഓഥർ ഈ പുസ്തകത്തിൽ പറയുന്നത്.